സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയെ പറ്റി പ്രേംകുമാർ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്കറിയാം പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ സിനിമാ സംഘടനയുടെ ഉന്നത സ്ഥാനത്തിരിക്കുകയും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉന്നത സ്ഥാനത്തിരുന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് അതിനുശേഷം പാർട്ടിയുടെ പല രീതിയിലുള്ള കാര്യങ്ങളിലും ഒക്കെ അയാൾ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഉന്നത സ്ഥാനത്തിരുന്നിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അയാളോട് പറയാതെ ഇടതുപക്ഷ സർക്കാർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ് പ്രേംകുമാറിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ഇടതുപക്ഷ സർക്കാരിനോട് ഉണ്ടാവാനായിട്ടൊരു കാരണമുണ്ടായത്. അപ്പൊ അങ്ങനെ ആ ദേഷ്യം കൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് മാറി അയാൾ നേരെ കോൺഗ്രസിലേക്ക് പോയി. അങ്ങനെ രാഹുൽ ഗാന്ധി അവരൊക്കെ നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇവരുടെ പ്രേംകുമാറിന്റെ ഏറ്റവും വലിയ വിഷമം തന്നെ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്ത് നിന്ന്, അതായത് ഈ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരു മുന്നറിയിപ്പും നൽകാതെ, അല്ലെ തൻ്റെ അടുത്ത് ഒന്നും പറയാതെ താൻ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ എല്ലാ ഓടി നടന്നെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഇതൊക്കെ ചെയ്തിട്ടും തന്നെ ഈ ഭാഗത്ത് നിന്ന്, അല്ലെ തന്നെ ഈ ഒരു ജോലിയിൽ നിന്ന്, അല്ലെ തൻ്റെ ഈ റോളിൽ നിന്ന് പറയാതെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആർക്കും വിഷമമുണ്ട്. ആ ഒരു വിഷമം പ്രേംകുമാറിനും ഉണ്ടായി, നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പ്രേംകുമാറിനെ ഒരു പാർട്ടി ആ ഒരു ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അതിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്ന പ്രേംകുമാർ പിന്നീട് നേരെ കോൺഗ്രസിലേക്ക് പോകുന്നു. അതിരൂക്ഷമായി തന്നെ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കുന്നു. ഇപ്പോൾ ഇന്ന് കണ്ടൊരു പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ വയനാട് ഈ ചൂരൽമലയിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ഒരു ടൗൺഷിപ്പ് പദ്ധതി. ഇതിൽ സംഘികളെന്നോ കൊങ്ങികളെന്നോ ഒന്നുമില്ല. ഇവന്മാരൊന്നും ഇതിനകത്ത് ഇവന്മാരെ ഇടപെടുത്താൻ പറ്റില്ല. എല്ലാവരുടെയും പണമുണ്ട്. പക്ഷേ ഇവന്മാരൊക്കെ ഇതിനകത്ത് കുറേ വൃത്തികെട്ട കളികൾ കളിച്ചവന്മാരാണ്. അപ്പം അങ്ങനെ ആ ഒരു പദ്ധതി കാണാൻ വേണ്ടിയിട്ട് മമ്മൂക്ക അവിടെ പോയ കാര്യം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ഇങ്ങനെ മമ്മൂക്ക അവിടേക്ക് പോകുന്നു, ആ പദ്ധതി കാണുന്നു. ആ പദ്ധതി കാണുന്ന സമയത്ത് മമ്മൂക്ക എല്ലാവരോടും പറയുന്നുണ്ട്, ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്, ഇടതുപക്ഷ സർക്കാരിന്റെ മാത്രം വിജയമല്ല, നമ്മുടെ എല്ലാവരുടെയും മണി, നമ്മുടെ എല്ലാവരുടെയും പണം അതിലുണ്ട്. അതുകൊണ്ട് തന്നെയും ഇതൊരു എന്താ പറയുക, ഒരു ക്യാപിറ്റൽ, അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അതിനകത്ത് ഒരു അധികാരമുണ്ട്, എല്ലാ ആളുകൾക്കും സന്തോഷിക്കാനുള്ള വകയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞതിനെ മറ്റുള്ള രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ടും റഫീഖ് എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി, അല്ലെ ജില്ലാ സെക്രട്ടറി മമ്മൂക്കയുടെ ഒപ്പം നടക്കുമ്പോൾ എൻ്റെ കൂടെ നടക്കണ്ട, ഞാൻ നിങ്ങൾ വിളിച്ചിട്ടല്ലല്ലോ വന്നത്, അതുകൊണ്ട് എൻ്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും നടക്കണമെന്ന് ആവശ്യമില്ല, ഞാൻ ഈ ജനങ്ങളെ കാണാൻ വന്നാണ്, ഞാൻ അവരെ കണ്ടിട്ട് ഞാൻ പൊക്കോളാം, അങ്ങനെ പറഞ്ഞതും ഒരു വിവാദപരമാക്കുകയും മമ്മൂട്ടിക്കെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് പല ആളുകളും സൈബർ ബുള്ളിങ് നടത്തുകയും സൈബർ ഇടങ്ങളിൽ മമ്മൂക്കയ്ക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ നടക്കുകയും ചെയ്തൊരു സാഹചര്യവും നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യങ്ങൾക്ക് പിന്നാലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ സഖാവ് അദ്ദേഹം ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് മമ്മൂക്കയോട് മാപ്പ് പറയുന്നുണ്ടായിരുന്നു. പരസ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നാണെങ്കിലും മറ്റുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രി പറഞ്ഞത്. ആ മുഖ്യമന്ത്രി അത് പറഞ്ഞതിന് പിന്നാലെ പാർട്ടിക്കകത്തും പുറത്തുമായി ഒരുപാട് ആളുകളുടെ പല രീതിയിലുള്ള വിമർശനങ്ങളും അവരുടെയൊക്കെയുള്ള ദേഷ്യങ്ങളും എല്ലാം അവര് ശക്തമായിട്ടും വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി പോയിട്ട് ഈ പറയുന്ന മമ്മൂട്ടിയുടെ മാപ്പ് പറഞ്ഞെന്നായിരുന്നു അവരൊക്കെ ചോദിച്ചത്. ഇന്നിപ്പോ ഈ ഒരു വിഷയത്തില് ഈ പ്രേംകുമാറിന്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രേംകുമാർ എടുത്തു ചോദിക്കുന്ന ഒരു കാര്യം, ഈ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് പ്രമാണിമാരോടും പണമുള്ളവരോടും മറ്റ് ഉന്നതരോടുമൊക്കെ ഒരു പ്രത്യേക നിലപാടും അതേസമയം തന്നെ പാവപ്പെട്ട ആളുകളോട് വേറൊരു നിലപാടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. പ്രേംകുമാർ ചോദിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാസ്തവവുമില്ല. ഇവിടുന്ന് മറുകണ്ഠം ചാടി കോൺഗ്രസിലേക്ക് പോയ ഈ പ്രേംകുമാറാണ് ഈ രീതിയിൽ വിമർശിക്കാൻ വരുന്നത്. മമ്മൂട്ടിക്കെതിരെ ഞാൻ പറയുന്നില്ല, പക്ഷെ മമ്മൂട്ടിയുടെ ആ നിലപാടിനൊപ്പം നിന്ന, അല്ലെ മമ്മൂട്ടി പറഞ്ഞപ്പോൾ മമ്മൂട്ടിയോട് മാപ്പ് ചോദിച്ച ഇടതുപക്ഷ സർക്കാർ എന്നോട് വേറൊരു നീതി കാണിക്കുന്നു, എന്നോട് അനീതി കാണിക്കുന്നു എന്നാണ് പ്രേംകുമാർ ചോദിച്ചത്. അപ്പോൾ പോസ്റ്റ് ഞാൻ എന്തായാലും നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞ സംഭവം മഹാനടനുമായി താരതമ്യമില്ല, പക്ഷെ ഞാനും ചെറിയ നടൻ, എന്നോട് മറ്റൊരു നീതി. പ്രമാണിമാരോടും ഉന്നതരോടും ഒരു നീതി, സാധാരണക്കാരോട് മറ്റൊരു നീതി. മുഖ്യമന്ത്രി മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ പ്രേംകുമാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ ഒരു പോസ്റ്റിൽ അവർ പറയുന്നതിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഒന്ന് കാണണം. അപ്പം നേരെ നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആ പോസ്റ്റ് കിട്ടി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി മാപ്പ് പറയുമ്പോൾ
മലയാളത്തിന്റെ മഹാനടൻ ചൂരൽമല സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഒപ്പം കൂടിയ നേതാവിനോട് തോന്നിയ നീരസം നാട്യം കൊണ്ട് മറയ്ക്കാതെ പരസ്യമായി പ്രകടിപ്പിച്ചു. വാർത്ത പുറം ലോകം അറിഞ്ഞതോടെ ആ മഹാപ്രതിഭയെ മുൻപ് വാഴ്ത്തിയവർ തന്നെ ഒരു നിമിഷം എല്ലാം മറന്ന് സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചു. എല്ലാ മനുഷ്യരെയും പോലെ സൈബർ ആക്രമണത്തിൽ മഹാനടന്റെ മനസ്സ് വേദനിച്ചു. ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സൈബർ പോരാളികളുടെ നീചമായ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശാല മനസ്സിനെയും മാനവിക ബോധത്തെയും ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നു, അല്ലെ അഭിനന്ദിക്കുന്നു. മുൻപ് പൊതുസമൂഹം ഒന്നടങ്കം പറയാൻ ആഗ്രഹിച്ച ആശാസമരം പരിഹരിക്കണമെന്ന നിർദോഷമായ മനുഷ്യപക്ഷ നിലപാടിന്റെ പേരിൽ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒരറിയിപ്പും കൂടാതെ എന്നെ പുറത്താക്കിയത് മാധ്യമങ്ങളിലൂടെ അറിയേണ്ടി വന്ന ഗതികേട്, എൻ്റെ അഭിമാനത്തിന് ഏൽപ്പിച്ച ക്ഷതത്തെക്കുറിച്ച് പറഞ്ഞതിന് എനിക്കെതിരെ സൈബർ പോരാളികൾ നടത്തുന്ന സമാനതകളില്ലാത്ത സൈബർ ആക്രമണം എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും പൂർവാധികം ശക്തിയോടെ തുടരുകയാണ്. സംസ്കാരമുള്ള ആര് കേട്ടാലും മറയ്ക്കുന്ന തെറികളും മുറിപ്പെടുത്തുന്ന വാക്കുകളും ഉപയോഗിച്ച് തേജോവധം ചെയ്തും അവഹേളിച്ചും അപമാനിച്ചും ലോകത്തെ ഏറ്റവും മോശം മനുഷ്യനായി ചിത്രീകരിച്ചും എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും ഏറ്റവും മ്ലേച്ഛമായി അപഹസിച്ചിട്ടും അരുതെന്നൊരു വാക്കുപോലും ബഹുമാനപ്പെട്ട അങ്ങയിൽ നിന്ന് എന്നല്ല ആരിൽ നിന്നും കേട്ടില്ല. പ്രമാണിമാരോടും ഉന്നതന്മാരോടും ഒരു നീതി, സാധാരണ മനുഷ്യരോടും മറ്റൊരു നീതി. ആ ഇരട്ട നീതി തന്നെയാണ് സാഹിത്യ അക്കാദമി ചെയർമാനോടും മഹാനടനോടും കാണിച്ച സമീപനവും എന്നോട് കാണിക്കുന്ന സമീപനവും വ്യക്തമാക്കുന്നത്. മഹാനടനുമായി എനിക്കൊരു താരതമ്യവും ഇല്ലെന്നും ഞങ്ങൾ തമ്മിൽ അജഗജാന്തരമുണ്ടെന്നും അറിയാം. എങ്കിലും 3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഒരു ചെറിയ നടനാണ്. തുല്യനീതി ഉറപ്പുള്ള നാട്ടിൽ എന്നോടും മാപ്പ് പറയണമെന്ന് പറയാനുള്ള അഹങ്കാരം എനിക്കില്ല. പക്ഷേ ഈ പാവപ്പെട്ടവനെ ഇനി ഉപദ്രവിക്കരുതെന്ന് ഒരു വാക്കെങ്കിലും ആ സൈബർ പോരാളികളോട് ദയവായി അങ്ങ് പറയണം. ചരിത്രം തുടങ്ങേണ്ടത് ഏറ്റവും അടിത്തട്ടിൽ നിന്നാണെന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരുടെ ചരിത്രമാണ് യഥാർത്ഥ ചരിത്രമെന്നും പാവപ്പെട്ടവരെ കൂടി കരുതിക്കൊണ്ടാകണം ഈ എല്ലാ തീരുമാനങ്ങളെന്നും പറയുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികത ഓർത്തുകൊണ്ട് സൈബർ ഇടങ്ങളിൽ മുഖമൊളിപ്പിച്ച കൂലി എഴുത്തുകാരായ സൈബർ പടയാളികളിൽ നിന്ന് ആക്രമണം നേരിടുന്ന സത്യത്തിൻ്റെയും നീതിയുടെയും ശരിയുടെയും മനുഷ്യൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന തുല്യ ദുഃഖിതരായ എല്ലാ സഹോദരന്മാരോടും ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സ്നേഹാദരവുകളോടെ പ്രേംകുമാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പോസ്റ്റിൽ ഒരുപാട് ആളുകളുടെ കമൻറ്റുകളൊക്കെ ഉണ്ട്. അതിലൊരു കമൻറ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആശാസമരം അവർ നടത്തേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. എന്തുകൊണ്ട് അവർ കേരള സർക്കാരിനെതിരെ നടത്തി എന്നത് നിങ്ങൾക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. UDF അധികാരത്തിൽ വന്നാൽ ആശമാർ ഉന്നയിച്ച ശമ്പളം കൊടുക്കാൻ കഴിയുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. നിങ്ങളിപ്പോഴും അതിനെ ആശാസമരമായി കാണുന്നു. പൊതുസമൂഹത്തിൻ്റെ അട്ടിപ്പേർ അവകാശം മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷ പാർട്ടികൾക്കോ ഒരു പറ്റം നിരീക്ഷകർക്കോ അല്ല, അത് ഇതിനൊക്കെ വെളിയിലാണ്. അതിനെ ജഡ്ജ് ചെയ്യാൻ മുകളിൽ പറഞ്ഞവർക്ക് കഴിയുകയില്ല. അവർക്ക് ഒരു പറ്റം ആൾക്കാർക്കിടയിൽ അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാക്കാൻ കഴിയും. താങ്കൾക്ക് തോന്നിയതുപോലെ പിന്നെ 35 വർഷമായി എന്തോ രാഷ്ട്രീയം പറഞ്ഞെന്നോ വർഗീയതയ്ക്കെതിരെ പോരാടിയെന്നോ ഒക്കെ പറയുന്നു. ചെയ്തത് കാണും പൊതുസമൂഹം അറിഞ്ഞിട്ടില്ലെങ്കിലും പാർട്ടി അത് അറിഞ്ഞുകൊണ്ടാണ് അധികാരം കിട്ടിയപ്പോൾ നിങ്ങളെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുത്തിയത്. അവിടെ എത്തപ്പെട്ടപ്പോഴാണ് നിങ്ങൾക്ക് വീണ്ടും വിസിബിലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നത് ഔചിത്യം കാണിക്കണം. അത് പൊതുസമൂഹത്തിൽ എത്തപ്പെടാതെ നോക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കുണ്ട്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിർദോഷമെന്നോ മനുഷ്യപക്ഷമെന്നോ ഒക്കെ തോന്നിയ ഈ ഒരു അഭിപ്രായം പുറത്തു വന്നപ്പോൾ അത് മാധ്യമങ്ങളിൽ ഏത് വിധേന വാർത്തയാണെന്നും സർക്കാരിനെ എങ്ങനെ ബാധിച്ചുവെന്നും നിങ്ങൾ ബോധപൂർവം മറക്കുന്നു. അപ്പോൾ അതിന് കാരണക്കാരനായ ഒരു സാധനവും കിട്ടാത്ത സർക്കാരിനെ ഇഷ്ടപ്പെടുന്ന നിരവധി ലക്ഷം മനുഷ്യർക്കുണ്ടായ വേദനയാണ് നിങ്ങൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾക്ക് കാരണം. അവരെ നിങ്ങൾ എന്താണ് വിശേഷിപ്പിക്കുന്നത്? കൂലി എഴുത്തുകാരായ സൈബർ പോരാളികളല്ലേ? നിങ്ങൾ മനുഷ്യപക്ഷമുള്ള ഇടതുപക്ഷക്കാരനാണല്ലേ? പിന്നെ മമ്മൂട്ടിയും താങ്കളും തമ്മിലുള്ള വ്യത്യാസം, മമ്മൂട്ടി രാജ്യം ആദരിക്കുന്ന ഒരു ആക്ടറും താങ്കൾ മലയാളത്തിലെ ഒരു ആക്ടറും എന്നത് മാത്രമല്ല, താങ്കൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു, മമ്മൂട്ടി ഒരു ഔദ്യോഗിക സ്ഥാനവും വഹിക്കുന്നില്ല എന്നതുമാണ്. തന്നെയുമല്ല, അദ്ദേഹം പറഞ്ഞത് ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടാണ്. അത് തന്നെ ഗവൺമെൻറ്റിനെ ദോഷകരമായി ബാധിക്കരുതെന്നുള്ള സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയുകയും ചെയ്തു. അതിന് മറുപടിയായാണ് മുഖ്യമന്ത്രി പാർട്ടി അണികൾക്ക് വേണ്ടി ക്ഷമ ചോദിച്ചത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയത് അർഹതപ്പെട്ടത് മാത്രമാണ്. അതായത് പ്രേംകുമാർ സിനിമകളിൽ കൂടി മാത്രം നമ്മൾ പ്രേംകുമാറിനെ കണ്ടിട്ടുള്ളൂ. പിന്നീട് അതിനുശേഷം ഒരുപാട് സിനിമകൾ വരുന്നുണ്ടെങ്കിലും പക്ഷേ പ്രേംകുമാർ നമ്മൾ എവിടെയും കാണില്ല, പഴയ സിനിമകളിലാണ്. അപ്പം അങ്ങനെ ഒരിടത്തും കാണാത്ത പ്രേംകുമാറിന് ഒരു വിസിബിലിറ്റി കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ്. അങ്ങനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് പ്രേംകുമാറിനെ ഇരുത്തുന്നു. പിന്നീട് എല്ലാ ഒരു മാധ്യമങ്ങളുടെ ശ്രദ്ധ പ്രേംകുമാറിന് കിട്ടുന്നു. പക്ഷേ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രേംകുമാറിന് ഒരു ഇളക്കം. ആശമാരുടെ സമരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റിയൊന്നും പറയാതെ ഇടതുപക്ഷ സർക്കാരിനെ പറ്റി തന്നെ അവന് കുറ്റം പറയണം. അങ്ങനെ കുറ്റം പറയുമ്പോൾ എന്താ ചെയ്തത്? സ്വാഭാവികമായിട്ടും നമ്മളെപ്പറ്റി ഒരു കുറ്റം പറയുമ്പോൾ നമ്മൾ നല്ലതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ നല്ലതിനെതിരെ കുറ്റം പറയുന്ന ഒരാളെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ത്രോ ഔട്ട് ചെയ്യും.
എന്ന് പറയുന്ന പോലെ പ്രേംകുമാർ നല്ലതൊന്നും കാണാതെ മോശമാക്കി ചിത്രീകരിക്കാൻ ആർക്കോ വേണ്ടി പണിയെടുത്തു, PR വർക്ക് ചെയ്തു. മേ ബി UDF വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തപ്പോൾ ഇടതുപക്ഷ സർക്കാർ ആ സ്ഥാനത്തിരിക്കാനായിട്ട് ഇയാൾ അർഹനല്ല, നിന്നെ പുറത്താക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കിയിട്ടും ഇപ്പോഴും സൈബർ പോരാളികളെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളെയും കളിയാക്കുന്ന പ്രേംകുമാറിൻ്റെ ഒരു പ്രവണതയാണ് കാണുന്നത്. മമ്മൂട്ടിയെയും പ്രേംകുമാറിനെയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കമ്പയർ ചെയ്യുകയാണ് നിങ്ങളെയും മമ്മൂക്കയും തമ്മിൽ. മമ്മൂക്ക രാജ്യം ആദരിക്കുന്ന ഒരു നടൻ എന്നതിനേക്കാൾ അപ്പുറം വേറെ ഒരു ഔദ്യോഗിക ബഹുമതികളും അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് എവിടെയും എന്തും എങ്ങനെ വേണമെങ്കിലും പറയാം. അയാൾ ആരുടെയും ഒരു അടിമയോ അല്ലെങ്കിൽ അയാൾ ആരുടെയും അണ്ടറിൽ വർക്ക് ചെയ്യുകയല്ല. അയാൾക്ക് എന്തും എവിടെയും തുറന്ന് പറയാം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളതാണ് നമ്മൾ കമൻറ്റിൽ കണ്ടത്. വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതൊന്നും ആർക്കും അറിയില്ല, പ്രേംകുമാറിന് പോലും അറിയില്ല. പ്രേംകുമാർ ഇപ്പോഴും മമ്മൂട്ടിയെയും തന്നെയും പറ്റിയത് ഇങ്ങനെ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും മമ്മൂട്ടി ഇങ്ങനെയാണ്, താൻ ഇങ്ങനെ സിനിമയിൽ കുറേ മറിച്ചു എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. താനൊന്നും വലിയ നടനൊന്നും അല്ല. താനൊന്നും അഭിനയത്തിൻ്റെ ഒരു ABC പോലും എനിക്കറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനെപ്പറ്റി അറിയുമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല. പക്ഷേ നമുക്ക് ആസ്വദിക്കാൻ അറിയെങ്കിൽ നമുക്കത് വിമർശിക്കാനും സാധിക്കും. ഇപ്പോൾ പ്രേംകുമാറിൻ്റെ ഒരു കരച്ചിൽ നമ്മൾ കണ്ടു. മമ്മൂട്ടിക്കെതിരെ ഒരു വിദ്വേഷ പ്രഖ്യാപനവുമായിട്ടാണ് ആൾ ഇറങ്ങിയിരിക്കുന്നത്, ആശാൻ അതിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷെ അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. വീണ്ടും എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രേംകുമാർ നമ്മൾ കാണുകയാണ്. സെലിബ്രിറ്റിയാണ് അല്ലെങ്കിൽ ആക്ടറാണെങ്കിൽ കുറച്ച് സിനിമകൾ അഭിനയിക്കണം, അല്ലാതെ ഞാൻ സിനിമയിലുണ്ടായിരുന്നു, പണ്ട് എൻ്റെ അച്ഛൻ ആനപ്പുറത്ത് കയറിയെന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ മുതിർത്ത് തഴമ്പ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത്ര നല്ല ഒരു രീതിയല്ല പ്രേംകുമാറെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.